ഓമനത്തിങ്കൾ കിടാവൂ നല്ല കോമള താമര പൂ പൂവിൽ നിറഞ്ഞ മധു പൂർണേന്ദു തൻ്റെ നിലാവോ പുത്തൻ പവീഴ കൊടിയോ ചേരൂ തത്തകൾ കുഞ്ചും മൊഴിയോ ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ. ഇന്ന് പാഞ്ചജന്യം ഭാരതം ആർഷഭാരത കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഓർഗനൈസേഷൻ സ്വാതി തിരുനാൾ സ്മൃതിപഥം എന്ന പരിപാടിയുടെ ആരംഭമാണ്. 3 ദിവസത്തെ പ്രോഗ്രാമുകൾ ഏപ്രിൽ 27, 28, 29 തീയതികളിൽ നടത്തപ്പെടുന്നു. അതെ, മഹാരാജ സ്വാതി തിരുനാളിൻ്റെ സ്മരണയിൽ ഉള്ള ഒരു മഹായോഗത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജയന്തി ദിനത്തിൽ നാം എല്ലാവരും സജ്ജരായിരിക്കുകയാണ്. പാഞ്ചജന്യം ഭാരതം നടത്തുന്നത് പോലെ ഇന്നേ ദിവസം മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനം ഇങ്ങനെയൊരു ചടങ്ങ് നടത്തുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആദ്യകാല നവോത്ഥകനായിരുന്നില്ലേ ശ്രീ സ്വാതി തിരുനാൾ? കല, സാഹിത്യം, സംഗീതം, ജ്യോതിഷം ഇവയ്ക്ക് പുറമെ ഒട്ടനവധി സാമൂഹിക പുരോഗതിക്ക് ഉതകുന്ന കർമ്മപരിപാടികൾ അദ്ദേഹം നാട്ടിൽ നടപ്പാക്കിയിരുന്നു. ഈ മഹത് വ്യക്തിയെ ഇന്നത്തെ തലമുറ മറന്നു പോകുകയാണോ? പൂർവികന്മാരെയും പൂർവകാലത്തിലെ ചരിത്രപ്രസിദ്ധമായ പല മഹത്തായ കാര്യങ്ങളെയും മഹത് വ്യക്തികളെയും മറക്കാനാണ് നാം ഇന്നത്തെ തലമുറയെ പഠിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ഇന്നത്തെ സ്വാർത്ഥമതികളായ രാഷ്ട്രീയക്കാരും ഭരണകർത്താക്കന്മാരും ജനങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് ഗുണമേന്മയില്ലാത്ത വർത്തമാനകാലത്തെയാണ്. മലയാളക്കരയുടെ തളർച്ചയും ദിശാബോധമില്ലായ്മയും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബോധമില്ലാത്ത പോക്കിന് ധർമ്മബോധത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ സനാതനധർമ്മത്തിനെ കഴിയൂ. അതിനുവേണ്ടിയുള്ള വർത്തമാന സഹായിയായി മാറുകയാണെന്നതാണ് ആർഷധർമ്മ കൾച്ചറൽ വെൽഫെയർ സംഘടനയായ പാഞ്ചജന്യം ഭാരതം എന്ന സനാതനധർമ്മ സംഘടനയുടെ ലക്ഷ്യം. സനാതനധർമ്മത്തിൻ്റെ നന്മയ്ക്കും ഏകീകരണത്തിനും അതിൻ്റെ ശുദ്ധീകരണത്തിനും വേണ്ടിയും ഈ സംഘടന നിലകൊള്ളുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിൽ 1813 ഏപ്രിൽ 16 റാണി ഗൗരി ലക്ഷ്മിബായിക്ക് പൂജാതനായി സ്വാതി തിരുനാൾ. ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ തിരുവിതാംകൂറിൻ്റെ രാജാവായി പ്രഖ്യാപിച്ചതിനാൽ ഗർഭശ്രീമാൻ എന്ന പേരും സ്വാതി നക്ഷത്രത്തിൽ പിറന്നതിനാൽ സ്വാതി തിരുനാൾ എന്ന് അറിയപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം പത്മനാഭദാസൻ എന്നും ശ്രീ സ്വാതി തിരുനാൾ രാമവർമ്മ കുലശേഖര പെരുമാൾ എന്നും പേര് സ്വീകരിച്ചിരുന്നു.
നമുക്ക് സമയം വൈകാതെ ഇനിയും യോഗ പരിപാടിയിലേക്ക് കടക്കാം. എല്ലാവരും പരിപാടിയെ ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യോഗാധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ശ്രീ നടേശൻ അവർകളെ ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഇന്ന് സ്വാതി തിരുനാൾ ജയന്തിയ 19-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിൽ 33 വർഷം കേരളക്കരയിൽ ജീവിക്കുകയും ഭരണരംഗത്തും കലാരംഗത്തും മറ്റ് വിവിധ മേഖലകളിലും പുതിയ മാതൃകകൾ സൃഷ്ടിച്ച സ്വാതി തിരുനാളിനെ അനുസ്മരിക്കുന്ന പരിപാടിയാണ് ഇത്. ഈ പരിപാടിയിൽ രാജകൊട്ടാരത്തിൽ നിന്നുള്ള പാർവതി ഭായി തമ്പുരാട്ടി ഉണ്ട്, ഡോക്ടർ RP രാധയുണ്ട്. അതുപോലുള്ള വരും ദിവസങ്ങളിൽ ഓമനക്കുട്ടി ടീച്ചറിനെ പോലുള്ള പ്രഗത്ഭരായ സംഗീത വിദുഷികളുണ്ട്. ഈ 3 ദിവസത്തെ പരിപാടിയിൽ പാഞ്ചജന്യം ഉദ്ദേശിക്കുന്നത് സ്വാതി തിരുനാൾ ഒരു ഭരണാധിപൻ എന്ന നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ നിർവഹിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത് രാജാക്കന്മാരുടെ സംഗീതജ്ഞന്മാരുടെ രാജാവ് എന്ന നിലയിലാണ്. തീർച്ചയായിട്ടും നമ്മുടെ കലാരംഗത്ത് പ്രത്യേകിച്ച് സംഗീതത്തിന് അദ്ദേഹം നൽകിയ സംഭാവന വളരെ വലുതാണ്. അദ്ദേഹം എഴുതിയ 400ഓളം കൃതികൾ ഇന്നും ശാസ്ത്രീയ സംഗീത രംഗത്ത് അമൂല്യമായ സമ്പത്തായി വിളങ്ങുന്നു. ഏതാണ്ട് 16ഓളം ഭാഷകൾ അറിയാമായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിൽ ഒരു ഭാഷാ ശാസ്ത്രജ്ഞനായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിന്റെ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച ഒരു ഭരണാധിപൻ ആയിരുന്നു സ്വാതി തിരുനാൾ. ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ തലയുയർത്തി നിൽക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തുടക്കം കുറിച്ചത് എന്ന് പറഞ്ഞാൽ അതൊറ്റ കാര്യം മതി. അദ്ദേഹം ഈ നാടിന് നൽകിയ സംഭാവന എത്രമാത്രം വലുതാണ്. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനയുടെ തലയെടുപ്പുള്ള സ്ഥാപനങ്ങളായിട്ട് തിരുവനന്തപുരത്ത് നിൽക്കുന്ന സർവകലാശാല, ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലുള്ള സ്കൂൾ കോളേജുകളുമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രാചീനമായ പല താളിയോലകളും കണ്ടെടുക്കുകയും സംരക്ഷിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ നാടകകാരൻ പറയുന്ന ഭാസന്റെ നാടകങ്ങൾ കണ്ടെത്തുന്നതും റിസർവ് ചെയ്തിട്ടുള്ളതും അവിടെയാണ്. ഇങ്ങനെ പറയാൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ സംഭാവന ഒരു വിദ്വാൻ എന്ന നിലയിൽ വളരെ വളരെ വലുതാണ്. ഷഡ്കാല ഗോവിന്ദമാരാരെ പോലുള്ള മഹാരഥന്മാരായ സംഗീതജ്ഞന്മാര് അദ്ദേഹത്തിന്റെ രാജസദസ്സിനെ അലങ്കരിച്ചിരുന്നു. നേരത്തെ തുടങ്ങിയപ്പോൾ ചൊല്ലിയ താരാട്ടുപാട്ടൻ ഓമനത്തിങ്കൾ കിടാവിൽ ഇരയിമ്മൻ തമ്പി എഴുതി സ്വാതിയെ താരാട്ടുപാടാൻ ആണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്താണെങ്കിലും ആ ഒരൊറ്റ താരാട്ടുപാട്ടുകൊണ്ട് മലയാള സാഹിത്യത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മറ്റൊരു പ്രാദേശിക ഭാഷയിലും ഇത്രമേൽ ജനസ്വാധീനം ഉണ്ടാക്കിയ ഒരു താരാട്ടുപാട്ട് ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം, ലോകം മുഴുവനും വലിയ രോഗത്തിൽ പിടിപെട്ടിരിക്കുകയാണ്. ആധുനിക വൈദ്യശാസ്ത്രം അതിന്റെ മുമ്പിൽ പകച്ചു വെക്കുകയാണ്. ഈ ആധുനിക വൈദ്യശാസ്ത്രം
കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്വാതിയുടെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ആധുനിക വൈദ്യശാസ്ത്രവും പ്രിന്റിംഗ് ടെക്നോളജി, അതുപോലെ തന്നെ റോഡ് വികസനം, ക്ഷീരവികസനം തുടങ്ങിയതായ നിരവധിയായ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആധുനിക കേരളത്തിന്റെ നവോത്ഥാന നായകനാണ് സ്വാതി തിരുനാൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നാം കഴിഞ്ഞ് പോയ ആളുകൾ നമ്മുടെ നാടിന് പലതരത്തിൽ സംഭാവനകൾ ചെയ്ത് ഈ നിലയിലേക്ക് വളർത്തിയെടുത്ത മഹാന്മാരെ മറന്നുകളഞ്ഞു. മറന്നു എന്ന് മാത്രമല്ല, അവരെ എല്ലാം തെറ്റായ രീതിയിലാണ് അവതരിപ്പിച്ചത്. ബൂർഷ്വാസി എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ എന്താ സാമാന്യ ജനങ്ങൾക്ക് എതിരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെ എല്ലാം തമസ്കരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തമസ്കരിച്ചവർ ഇന്ന് വലിയ മഹാന്മാരായി വിളങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വാതി ജയന്തി നാം ആഘോഷിക്കുന്നത്. ഇവിടെ നാം കണ്ടെത്തേണ്ട അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം വന്നത് എന്തുകൊണ്ടാണെന്നാൽ, ഒരു ഭരണാധിപൻ ആ ഭരണം നിർവഹിക്കുന്ന സമയത്ത് സമ്പൂർണമായ സമർപ്പണത്തോടുകൂടി അദ്ദേഹം ഭരിച്ചിരുന്നത് പത്മനാഭസ്വാമിയുടെ മുമ്പിലെ സേവകനായിട്ട്, പത്മനാഭ ദാസനായിട്ട്. സ്വാഭാവികമായും അവിടെ ഭക്തന്മാർക്കും ഭക്തന്മാരുടെ ആചാരങ്ങൾക്കും വിചാരങ്ങൾക്കും ഭക്തിക്കുമെല്ലാം അങ്ങേയറ്റത്തെ പ്രാധാന്യം നൽകിയിരുന്നു. ഇവിടെയാണ് ഇന്നത്തെ ഭരണാധിപന്മാരുമായി നാം കമ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അമൂല്യമായ പല സമ്പത്തുക്കളും ക്ഷേത്രാധിഷ്ഠിതമായി സംരക്ഷിക്കുകയും ഈ നാടിന്റെ സമ്പത്തായി കാലങ്ങളായി കൊണ്ടുവരികയും അതിൽ നിന്നൊന്നും തന്നെ നഷ്ടപ്പെടുത്താതെ പരിരക്ഷിച്ച മഹാന്മാർ ഇന്ന് വിത്തെടുത്ത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഭരണാധികാരിയുമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നാം ചിന്തിക്കേണ്ടിയിരിക്കും. കാരണം ഒരു ഭരണാധിപൻ എന്ന നിലയിൽ, ഒരു കലാകാരൻ എന്ന നിലയിൽ, ഒരു ലേഖകൻ എന്ന നിലയിൽ, ഒരു പണ്ഡിതൻ എന്ന നിലയിലൊക്കെ ഉദാത്തമായ മാതൃക തീർത്ത സ്വാതിയെക്കുറിച്ചുള്ള ചർച്ച പാഞ്ചജന്യ ഭാരതം സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള മഹിതമായ പാരമ്പര്യത്തെ വീണ്ടെടുക്കുന്നതിനും അത് ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് ഏറെ ബഹുമാനമുണ്ട്. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടിയാണ്. അതോടൊപ്പം ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ RP രാജ. അദ്ദേഹം സ്വാതി തിരുനാളിനെ കുറിച്ച് അതിഗംഭീരമായ പുസ്തകം എഴുതിയിട്ടുള്ള ഒരു മഹാത്മാവാണ്. ഈ പരിപാടിയില് ജനൻ ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള വിശ്വരൂപൻജി അദ്ദേഹം ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ വരുന്നുണ്ട്. കലാരംഗത്ത് പ്രശോഭിക്കുന്ന രഞ്ജിനി വർമ്മ, വൈക്കൻ രാജമ്മൾ, ശരത് ഹരിദാസ് ഇവരെല്ലാം ഇന്നത്തെ സായം സന്ധ്യയിൽ നമ്മളോടൊപ്പമുണ്ട്. ഇവരെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ഭാരതത്തിലെ എല്ലാ സജ്ജനങ്ങളോടും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പാഞ്ചജന്യത്തിന് ഒരു വലിയ സൗഭാഗ്യവും ബഹുമതിയുമാണ് ഇന്ന ദിവസം കൈവന്നിരിക്കുന്നത്. ഇന്നത്തെ കേരളത്തിൻ്റെ മഹാറാണിയായി വാഴുന്ന പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടി
ഈ സ്മൃതി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാമെന്ന് സസന്തോഷം സമ്മതിച്ചിട്ടുണ്ട്. തമ്പുരാട്ടി നമ്മളോടൊപ്പം ഓൺലൈനിലുണ്ട്. ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണശിരാകേന്ദ്രമായ കവടിയാർ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് ഓൺലൈനായി ഭദ്രദീപം കൊളുത്തി ഈ സ്വാതി തിരുനാൾ സ്മൃതിപദം ഉദ്ഘാടനം ചെയ്യുന്നതിനായി മഹാറാണി പൂയം തിരുനാൾ ഗൗരി പാർവതിഭായി തമ്പുരാട്ടിയെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ ശ്രീ പത്മനാഭൻ്റെ നാമധേയത്തിൽ ഞാൻ ക്ഷണിക്കുന്നു. Namaskaram. It is my pleasure and my privilege to be part of this program Panchajanyam, which is being organized to commemorate the multifaceted personality that Maharaja Swati Tirunal was. Everybody knows him as a musician par excellence, but he had many other qualities and characteristics which will hopefully be brought to the forefront during these 3 days. The Maharaja was beset by many problems and many worries during his short lifespan, and he sublimated all his heartbreak in outpourings of devotion in the form of music which he laid at the feet of his beloved Padmanabha Swami. It is for these musical creations that he is best known. The music gave him comfort. It brought him solace, and it also gave him courage to carry on with the day-to-day business of administering a state. I hope listening to his music as well as to what other things he achieved during his 34-year lifespan will bring some kind of impact to the listeners who are part of this program. I would like to wish you good luck, happiness, God's blessings. Stay safe and enjoy and benefit from the next 3 days. Namaskar. അടുത്ത പ്രഭാഷണത്തിന് വേണ്ടി ഡോക്ടർ RP രാജ സാറിനെ ക്ഷണിക്കുന്നു. Professor Shobharani, Dr. Rajagopal Menon, Vinod, members of the Panchajanyam organization, my pronouns to you. I am very happy to know that there is an organization which is trying to promote Indian culture and Indian history also, not only in India but abroad also. And I am more happy because we are organizing a Swati festival on the 25th, 26th and 27th at New Delhi. When there was a sloga, a Sanskrit sloga was recited here after the lighting ceremony by Princess Poyan Gauri Bharati Bhai. A sloga was recited. Even though I cannot recite it with raga and all those things, I will recite that sloga once again. Anandamrita Sara Sandadimaya Swarajya Murthabhishiktalman Ambajanaapate Charnavar Matva Mur Sadaran Yedavat Panarthe Kurukripa Avalsu Sampalsuva Bhoyat Pat Padavat Mevar Avridam Bhaktir Mama Chanjala. Now this is the first sloga of the famous work called Bhakti Manjari, written by Maharaja Swarna, which contains 1001 slogas.
In the first sloka, the Maharaja is addressing the Satchidananda Swarupa, Sri Padmanabha Swami, asking or seeking for his grace that whether in prosperity or in adversity, he may have constant, unbroken devotion at the lotus feet of the Lord. So that shows the devotion of the Maharaja for Sri Padmanabha Swami. And when I think of Maharaja Swarinal, actually I do not know where I should start or even where I should end, because I have been working on that subject from 1989 onwards. So it's about nearly 25 to 30 years since I am working on Maharaja Swarinal. But still, with the limited time that is allotted to me, I may say a few words which may not be very much familiar to the general world. When the Maharaja Valdavarma died on the 7th of November 1810, the royal family of Travancore was left with 3 girls only. 18-year-old Devalakshmi Bai, 8-year-old Gauri Parvati Bai, and 2-year-old Rukmini Bai, daughter of Devalakshmi Bai. So people became afraid that the state will be taken away by the British government. And naturally, everybody started praying for a male child. And of course, the royal family also was fully engaged and immersed in prayers and also various offerings in various major temples to get a male child. Probably, as the Orthodox believe, as a result of all these prayers and offerings, Devalakshmi Bai gave birth to a child on 16th of April 1813 under the star Swati, and that is Maharaja Swarinal. Because there was no male member in the royal family, and because the boy who came out of the womb of Devalakshmi Bai was a boy, he was a king even while he was in the womb of the Maharani. And so the people started calling him Garbhashriman. And so everybody was very happy. The British resident, informed the governor of Madras that a boy was born in the royal family of Travancore. And naturally the governor informed Lord Minto, who was the Governor General in Calcutta, that a boy was born in Travancore. And the governor, what he did was, he sent a command saying that actually the mother of Swadan was acting as a queen of Travancore. And he said that the queen will step down and the boy will be required as the Maharaja of Travancore. This put the queen in great difficulties, because at the time when the Maharaja Valdavarma died in 1810, the relationship between Travancore government and the British government was very, very strained. Because of the brilliance and the statesmanship of Devalakshmi Bai, it was all smoothed out. So she didn't want to create any, disturbance or distraction in their relationship. So when the Governor General ordered that Swarinal should be declared as a Maharaja, she had no option but to declare him. But at the same time, she was in a great dilemma, because according to the rules of the Travancore royal family, a male child who was made as Sri Padmanabha Dasa only can become the Maharaja of Travancore. And a male child of the Travancore royal family is made a Sri Padmanabha Dasa on the Ottakallu Mandapam, which is in front of the Sanctum Sanctorum, when he completes 1 year of age. Not only that, a child can be taken inside even the walls of the temple only on completion of 1 year of age. When the command from the Governor General reached Trivandrum, Swadan was only 3 months old. So what should she do? So she was in great anxiety. She called her husband, who was a very brilliant man from Changanacheri, Lakshmipuram Palace, Rajaraja Varma. So they discussed, and they called the members of the Yatra Yoga. They also called the great Brahmin Pandits, astrologers, and Vaidikans. So all those people assembled in the temple, and after discussion, they decided that the boy can be made as Sri Padmanabha Dasa. In the first instance, the Nadakasala, which is attached to the temple but outside the compound wall. Thus, on the 20th of August 1813, Maharaja Swarinal was taken to the Nadakasala. He was laid on the floor, and the chief priest Periyalinga came and pouring water and flour on the boy, declared him as Sri Padmanabha Dasa. Then he became a Maharaja. He was declared a Maharaja also, along with that. After that, when he completed 1 year of age, the whole ceremony was repeated with more pomp and splendor at the Ottakallu Mandapam. And thus he became the Maharaja of Travancore. The important point is that when he became the Maharaja of Travancore,
he was handed over the insignial sword of Shivanasam, which is 4.5 kilos. That small 4 months old child's finger curled around the hilt of the sword. And thus he became the Maharaja Travancore. And the long history of Travancore, Maharaja Swadhananda is the only person who was made a Sriparna Madrasa and who was declared a Maharaja 2 times. So many, when you study his life, you will find that there are so many first things in his life which you don't find in the royal family of Travancore to anybody else. That is one of the specialities of the Maharaja, number one. Then again what happened was, of course, the Annaprachana was there, the Vidyarambham was there, and also the Upadhayanam also occurred, and his education also went on. By the time he completed 16 years of age, he has mastered Sanskrit, Malayalam, Tamil, Kannada, Telugu, Marathi and Hindustani. 7 Indian languages he has mastered by the time he completed 16 years of age. And then along with that, he also completed English and Persian. And later on we find in the writing of the Bishop Trevor of Madras, he has recorded that the Maharaja could talk in Arabic also very well. So when I reflected, I found out that during his time, that's about 200 years ago, I am certain that he was the only Indian who knew 7 Indian languages and 3 international languages. 7 Indian languages. And when you come to 2021, even now, one can challenge that probably there is around 130 crores of Indians who are living today. It is very, almost one cannot think that there could be an Indian who knows 7 Indian languages and 3 international languages even in 2021. So that is the uniqueness of Maharaja. He was a prodigy. That's why he was able to do these things. And then of course he became the Maharaja at the age of 16. And his administration was so great that so long as Travancore state continued, there is a saying that there is no government department which either Swadhananda Maharaja started or which he has not modified. So the impact of administration of the Maharaja was so much. That's why the people used to say that all the departments has either started by him or modified by him. And he had laid the foundation stone for a future development of the state to what's called a modern state, princely state in India. So that was his administration. I am not going into details because the time is very, very limited. But people don't remember his administrative achievements now because he is known more as a music composer. So when you come to his compositions also, he has composed more than, according to Dr. V. Sharma, who is also a great scholar on research studies on Maharaja, he has come out with 488 musical compositions. But recently, another 21 compositions have also come to light. So the total number of compositions of the Maharaja now numbers 409. And he has used 105 ragas, different tunes for these compositions. These are all very, very unique things actually. And more than that, he has composed in 5 languages, namely Sanskrit, then Malayalam, Kannadi's, Telugu and Marathi, Telugu and Hindustani. So he has composed languages, the compositions 5 languages also. Now in the royal family of Travancore, there is a prince called Ashwina Ramavarma who carries the tradition of the Maharaja Swadhananda. And he has written a very beautiful article on the Maharaja sometime back in which he has compared Maharaja Swadhananda to Mozart. Mozart, of course, is a very famous Western classical music composer. Mozart has composed what we call sonatas, different types of Western classical music, namely sonatas, concertos, quintets, and then quartets, symphonies, etc. And Prince Ramavarma compares that Maharaja Swadhananda also composed Tanavarnam, Padavarnam, Kirtanams, Tilanas, Javalis, Thumri, Hori, and so on. So like Mozart, Maharaja Swadhananda also composed many forms, many musical forms. And then he finally concluded that like Mozart, Maharaja Swadhananda also passed away after the age of 33. So that of course is a very beautiful comparison.
And of course, his compositions are not his work is not confined to music alone, because he was also a great poet. So he has got his credit, Bhakti Manjari, which has got about 1001 slokas. He has got a very beautiful, exquisite work called Syanandar Vanadam, which is a jambu, a combination of poetry and prose. Then another gem of a poetry called the Padma Sadam, having about 100 slokas. Then he has done a work called Muhana Prasamdi Prasabhyavastha, which is actually a scientific work on how to use alliterations when you compose Sanskrit songs. That is the only one of its kind in the South Indian classical music. So the Maharaja was a unique personality, and in the short span of about 17 years of his mature life, he had done something which normally people cannot do. And of course, there was a time when his compositions were almost forgotten by the end of the 19th century. And the whole credit goes to Maharani Sita Parvati Bai, the mother of the last ruler of Travancore, namely Sri Chitrathirunal, for having brought out the compositions out of an eclipse. And after that, by God's grace, now the compositions are, just like you do in Delhi now, the Swadhi festivals are being conducted in different parts of the world. In fact, last week a person called Mr. Murali came to see me. He came from Charlotte, a township in the state of North Carolina in the USA, because they are conducting Swadhi festival once in a month. So he came to know more about the Swadhi. So it's something very great to think that you are now organizing a Swadhi festival in Delhi. We feel very proud that he is a Malayali. More than the title as a Maharaja, now we come to the more modern times where we have to look upon him as a Malayali, as a Keralite, and more than that, as an Indian. And so I feel very happy that you organized a Swadhi festival. I pray to Sivanava Swami that the festival goes on very well. It is there on the 26th and 27th also. I also offer my pranams to Panchajanya organization for the human service which they are doing for Indian culture and tradition. Thank you very much. വളരെയധികം ഭംഗിയായി തന്നെ രാജാ സാർ സ്വാതി തിരുനാൾ മഹാരാജ ആ വിവർത്തനം നല്ല രീതിയിലുള്ള പ്രഭാഷണം നമുക്ക് മനസ്സിലാക്കി തരികയുണ്ടായി. അടുത്തതായി നമ്മളുടെ ആശംസ പ്രസംഗം ശ്രീ വിശ്വരൂപം ജി, ജനം TV ഫൗണ്ടർ ആണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിശ്വരൂപൻ, ഫൗണ്ടർ ഓഫ് ജനം TV. സ്വാതി തിരുനാൾ ജയന്തിയോടനുബന്ധിച്ച് പാഞ്ചജന്യം നടത്തുന്ന ഈ 3 ദിവസത്തെ കലാപരിപാടിക്ക് എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും എൻ്റെ ആശംസകൾ നേരുകയാണ്. ഡോക്ടർ NG മേനോനും അദ്ദേഹത്തിൻ്റെ ടീമിനും പ്രത്യേകം ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത നമ്മളുടെ കലാസന്ധ്യ ആദ്യമായി അവതരിപ്പിക്കുന്നത് ശ്രീമതി രഞ്ജിനി വർമ്മ. गोपालक पाहि मां गोपालक पाहि मां प्रथमै गोपालक पाहि मां प्रथमै गोपालक पाहि मां पदरथमै गोपालक पाहि मां पदरथमै गोपालक पाहि मां तव पदरथमै गोपालक पाहि मां
वल्लभ पाप विमोचन पविधरादिनद पद वल्लभ दानादरिजं तरियुदरिद धित्तिलानधिलनादनदरि धित्ता कृतकजं जं धित्ता कृतकजं जं धित्ता कृतकजं जं गोपालक पाहि मां तव वदनतमयि गोपालक पाहि मां अनिशम् 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 सारसभवमदकरसदीर्थदीनभूसुरार्पित सारसभवमदकरसदीर्थदीनभूसुरार्पित पाररहितधनजय निरुपम पदकराजरथ कमलाव पाररहितधनजय निरुपम पदकराजरथ कमलावरदानादरिजं तरियुदरि धित्तिलानधिलनादनदरि धित्ता कृतकजं जं धित्ता कृतकजं जं धित्ता कृतकजं जं गोपालक पाहि मां तव पदरथमयि गोपालक पाहि मां अनिशम् अनिशम् सारसरस सुवदन सरोजन भलोकनायक सारसरस सुवदन सरोजन भलोकनायक भूरि गरुडधनुचिर मनसिज भुजगराज शयन सारसरस सुवदन सरोजन भलोकनायक भूरि गरुडधनुचिर मनसिज भुजगराज शयन पुरशासन गोपालक पाहि मां तव वदनतमयि गोपालक पाहि मां अनिशम् अनिशम् കനകമയം ആയിടും കമലവാഹനമതിന്മേൽ കനകമയമായിടും കമലവാഹനമതിന്മേൽ കനത്തൊരു കാന്തിയോടു ഗമിക്കുന്ന ധാരവനു കനത്തോടു കാന്തിയോടു ഗമിക്കുന്ന ധാരവനു വലമഥനം വിഭവമോടെ വസുധയിൽ സഞ്ചരിച്ചിടുന്നു വലമഥനം വിഭവമോടെ വസുധയിൽ സഞ്ചരിച്ചിടുന്നു വലമഥനം എങ്കിലെന്നും വിലസും നേത്ര സഹസ്രം വലമഥനം എങ്കിലെന്നും വിലസും നേത്ര സഹസ്രം കളഭഗത്തെ കുളിർമതിയോ കനിവോടെ വിലസുന്നു കളഭഗത്തെ കുളിർമതിയോ കനിവോടെ വിലസുന്നു കുളിർമതിയെന്നാകിലുള്ളിൽ ഉളവാക്കും അംഗമെങ്ങു കുളിർമതിയെന്നാകിലുള്ളിൽ
ീരോനിന്നാകിലവൻ കഥമേവം ശാന്തനാവൂ താരിത്തേൻ മൊഴിപാലേ ധനവതിയെന്നാകിലവൻ താരിത്തേൻ മൊഴിപാലേ ധനവതിയെന്നാകിലവൻ ഭൂരി വിരൂപാഗനതോ ഭൂരി വിരൂപാഗനതോ നിരജനാഭന്നൂനം ഭൂരി വിരൂപാഗനതോ നിരജനാഭന്നൂനം നിരജനാഭന്നൂനം ജലജ ബന്ധൂമിഹ ജലധീലനയം ജലജ ബന്ധൂമിഹ ജലധീലനയം മലയമാരുതമേറ്റു മമ മനമതിതരാബദവിവശമായി സഖീലശര പരിതാപം ചൊൽവാൻ ഈയലിവേണി പണിബാലേ വളരുന്നു പ്രതിമോഹം എന്നോമലേ തളരുന്നു മാമദേഹം കളമൊഴി കുസുമവാടി കയതിലൂളവായോ അലികുലരവമലിക കേൾപ്പതിനധികമധിനിദാനമയി സഖീലർശര പരിതാപം ചൊൽവാൻ നീയലിവേണി പണി ബാലേ മനസ്സ് നിറച്ച സ്വാതി തിരുനാൾ കൃതിക്ക് ശേഷം അടുത്തതായി എത്തുന്നു വൈക്കം രാജമ്മാൾ. ഞാൻ വൈക്കം രാജമ്മാൾ, റിട്ടയർഡ് മ്യൂസിക് ടീച്ചർ. എല്ലാ കലാസ്നേഹികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മറഞ്ഞുപോയ മഹാന്മാരുടെ ഓർമ്മ നിലനിർത്തുവാൻ പാഞ്ചജന്യം ഭാരത് പോലെയുള്ള സംഘടനകൾ മുമ്പോട്ട് വരുന്നതിൽ അവരെ എത്ര പ്രശംസിച്ചാലും അധികമാകുകയില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊരു പ്രചോദനമാകും. ഇങ്ങനെയുള്ള സംഘടനകൾ മുമ്പോട്ട് വന്നില്ലെങ്കിൽ എല്ലാം മൺമറഞ്ഞു പോകും. സ്വാതി തിരുനാൾ നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ പറഞ്ഞാൽ തീരുകയില്ല. സ്വാതി തിരുനാളിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ എനിക്ക് ഒരു അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പാഞ്ചജന്യം ഭാരത് എന്ന കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സ്വാതി തിരുനാൾ കീർത്തനം ആലപിക്കട്ടെ. പാഞ്ചജന്യം ഭാരതിലെ എല്ലാ നല്ലവരോടും എനിക്കും
ഒരു അവസരം നൽകിയതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം. മാമവസദാ ജനനീ അംബ മാമവസദാ ജനനീ महिषासुरसूदनी अम्ब मामवसदा जननी महिषासुरसूदनी अम्ब मामवसदा जननी महिषासुरसूदनी अम्ब मामवसदा जननी महिषासुरसूदनी अम्ब मामवसदा जननी. सोमबिंब मनोहर सोमबिंब मनोहर सोमबिंब मनोहर सोमबिंब मनोहर सोमबिंब मनोहर सुमुखी से वकागिल सोमबिंब मनोहर सुमुखी से वकागिल कामदन नीर कड़चविला सिनी अम्ब कामदन नीर कड़चविलासिनी अम्ब मामवसदा जननी महिषासुरसूदनी अम्ब मामवसदा जननी. कुरु मे कुशलं सदा कुरु मे कुशलं सदा कमलनाय भागनुजे निरवधि भव खेद निवारण निरते चारुनु तनघन चारुनु नगन सदृशर जिरवेणि दारुण धनुज धारण बडु शरीर दारुण धनुज गली धारण बडु शरीर मामवसदा जननी महिषासुरसूदनी अम्ब मामवसदा जननी. അടുത്തതായി ഒരു വയലിൻ കച്ചേരിയാണ് ശ്രീ ശരത് ഹരിദാസ്.
നന്ദി പ്രകാശനത്തിനായി ശ്രീ കെ നന്ദകുമാർ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിനമാണിന്ന്. കേരള ചരിത്രത്തിലെന്നല്ല, ഭാരത ചരിത്രത്തിലെന്നല്ല, ലോക ചരിത്രത്തിൽ തന്നെ അതുല്യനായ ഒരു പ്രതിഭയുടെ ജന്മദിനം നാം ആഘോഷിക്കുന്നു. 1813 മുതൽ 1846 കാലം വരെ ജീവിച്ചിരുന്ന ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവ് അവിടുത്തെ കാലത്ത് തന്നെ അവതാര പുരുഷൻ എന്ന് പ്രകീർത്തിതനായിരുന്നു. അപ്രതിമനായ ധിഷണ ശക്തി കൊണ്ടും ഉജ്ജ്വലമായ ഭാവനാവിലാസം കൊണ്ടും പല ഭാഷകളിലും കലകളിലും ശാസ്ത്രങ്ങളിലും സമാർജിച്ചിരുന്ന വിജ്ഞാന വൈപുല്യം കൊണ്ടും സർവോപരി നിയതി നിർവശേഷം നിസ്തോഭമായ ധർമ്മവ്രതം കൊണ്ടും അതിമാനുഷ പ്രഭാവനായിരുന്നു സ്വാതി തിരുനാൾ. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ വംശക്കാരും ഭാഷക്കാരുമായ പണ്ഡിതന്മാരും കലാകാരന്മാരും സ്വാതി തിരുനാളിൻ്റെ രാജധാനിയിലേക്ക് പ്രവഹിക്കുകയും പലരും അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിൽ സ്ഥിരതാമസം നടത്തുകയും ചെയ്തു. അതോടൊപ്പം കളരിപ്പയറ്റുകാരെയും ഗുസ്തിക്കാരെയും മറ്റ് ആയോധന കലകളെയും ഒക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. സംഗീതത്തിലും സാഹിത്യത്തിലും മാത്രമല്ല, ചെപ്പടി വിദ്യ, മർമ്മവിദ്യ എന്നിവയിലും അദ്ദേഹം നിപുണനായിരുന്നു. മർമ്മവിദ്യ മനുഷ്യനിൽ മാത്രമല്ല, മൃഗങ്ങളിലും
പ്രയാസമാക്കാമെന്ന്, പ്രാവർത്തികമാക്കാമെന്ന് അനായാസമായി പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എല്ലാത്തരം ആയുധ വിദ്യകളും അദ്ദേഹം അഭ്യസിച്ചിരുന്നു, നൈപുണ്യം നേടിയിരുന്നു. അവയിലൊക്കെ അലംഘനീയങ്ങളായ സത്യധർമ്മങ്ങളിൽ ദൃഢവ്രതനായിരുന്ന മഹാരാജാവിന് രാജ്യഭരണത്തിൽ കളങ്കസ്പർശം സഹിക്കാനോ അനീതിയോടും അന്യായത്തോടും സന്ധി ചെയ്യാനോ സാധ്യമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അതിന് ഉദാഹരണങ്ങളാണ്. രാജ്യക്ഷേമങ്ങളായ ഇത്രയേറെ നേട്ടങ്ങൾ ഇത്ര കുറച്ചു കാലം കൊണ്ട് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയും കേരള ചരിത്രത്തിൽ വിരളമാണ്. പട്ടാളത്തെ പരിഷ്കരിച്ചു അദ്ദേഹം, കണ്ടെഴുത്ത് നടത്തി, ഒരു എഞ്ചിനീയറിംഗ് വകുപ്പും നാഞ്ചിനാട്ടിലേക്ക് ഒരു ജലസേചന വകുപ്പും ഏർപ്പെടുത്തി, കാനേഷുമാരി കണക്കെടുത്തു. ലൈബ്രറി ഇവയെല്ലാം തിരുവിതാംകൂറിൽ ആദ്യമായി ഏർപ്പെടുത്തിയതും സ്വാതി തിരുനാൾ മഹാരാജാവായിരുന്നു. കേരളത്തിൻ്റെ തനതായ മോഹിനിയാട്ടത്തിൻ്റെ പുനഃസൃഷ്ടാവും അദ്ദേഹമായിരുന്നു. വെറും 8 വർഷത്തെ ഭരണത്തിൻ്റെ നേട്ടങ്ങളാണിവ. പിന്നീട് 10 വർഷത്തോളം ബ്രിട്ടീഷ് റെസിഡന്റുമാരുടെ നീതിരഹിതമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പേമാരിയും പ്രളയവും ദേശത്തിനെ കെടുതികളുടെ നടുവിലേക്ക് തള്ളിവിട്ടു. അസഹനീയനായ അദ്ദേഹം 33-ാം വയസ്സിൽ അകാലത്തിൽ ശ്രീ പത്മനാഭനിൽ ലയിച്ചു. ഇത്തരത്തിലുള്ള ആ യുഗപുരുഷന്റെ ജന്മദിനത്തിൽ ഇത്തരമൊരു പരിപാടി ഒരുക്കാനായത് വലിയ ഭാഗ്യമായി ഞങ്ങൾ പാഞ്ചജന്യം ഭാരതം കരുതുന്നു. അതിലും വലിയ ഭാഗ്യം എന്നത് പറയേണ്ടത്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി തിരുവിതാംകൂർ പൂയം തിരുനാൾ ഗൗരി പാർവതിഭായി തമ്പുരാട്ടി നമ്മോടൊപ്പം എത്തി എന്നതാണ്. തമ്പുരാട്ടിയോടുള്ള അകമിഴിഞ്ഞ ആദരവും നന്ദിയും പാഞ്ചജന്യത്തിൻ്റെ കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം ഇത്രയും മനോഹരമായ ഒരു പ്രഭാഷണം സ്വാതി അവതരിപ്പിച്ച ഡോക്ടർ ആർ.പി. രാജ, അദ്ദേഹത്തോടുള്ള അകമിഴിഞ്ഞ നന്ദിയും കടപ്പാടും പാഞ്ചജന്യത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ അറിയിക്കുന്നു. ഈ പരിപാടിക്ക് ആശംസ വാക്കുകളുമായി ചേർന്ന ജനം TV ഫൗണ്ടർ ശ്രീ വിശ്വരൂപൻ സാറിനോടുള്ള അകമിഴിഞ്ഞ നന്ദിയും കടപ്പാടും പാഞ്ചജന്യത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും അറിയിക്കട്ടെ. ഈ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നത് കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റി പ്രൊഫസറും പാഞ്ചജന്യത്തിൻ്റെ നാഷണൽ വൈസ് ചെയർമാനുമായ പ്രൊഫസർ M.V. നടേശൻ സാറാണ്. ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തോടും നന്ദി അറിയിക്കുന്നു. അതിഗംഭീരമായ കലാവിരുന്നൊരുക്കിയത് പ്രഗത്ഭരായ ശ്രീമതി രഞ്ജിനി വർമ്മ, ശ്രീമതി വൈക്കം രാജമ്മാൾ, ശ്രീ ശരത് ഹരിദാസ്. ഇവരോടുള്ള അകമിഴിഞ്ഞ നന്ദിയും കടപ്പാടും സ്നേഹവും പാഞ്ചജന്യത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും അറിയിക്കട്ടെ. ഈ പരിപാടികൾ നിയന്ത്രിച്ചിരുന്നത് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗമായ പാഞ്ചജന്യത്തിൻ്റെ നാഷണൽ വൈസ് ചെയർമാനായ ശ്രീ അശോക് കുമാറാണ്. അദ്ദേഹത്തോടുള്ള നന്ദിയും ഔപചാരികതയുടെ പേരിൽ അറിയിക്കട്ടെ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടികൾ പാഞ്ചജന്യം ഭാരതം സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഓർമ്മയിൽ അർപ്പിക്കുകയാണ്. ആദ്യത്തെ ഈ ദിവസത്തെ പരിപാടികൾ ഇവിടെ പര്യവസാനിക്കുകയാണ്. നാളെ വീണ്ടും 6:30 ഇതേ ചാനലിൽ അതിഗംഭീരമായ മറ്റ് പരിപാടികളോടുകൂടി നമ്മൾ എത്തുന്നതായിരിക്കും. ഈ പരിപാടികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള അകമിഴിഞ്ഞ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വീണ്ടും കാണാം നാളെ എന്ന പ്രതീക്ഷയോടെ. നന്ദി, നമസ്കാരം.